ഫ്ലേവേഴ്സ് ലാൻഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇതിനു മുമ്പ് ഒരു ബയോബിന്നിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് എല്ലാവർക്കും കിട്ടാനൊരു സാധ്യത കുറവുള്ളത് കാരണം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്ന വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പെയിൻറ്റിൻ്റെ ബക്കറ്റ് വെച്ചിട്ട് നമുക്ക് വീട്ടിലത് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ബയോബിൻ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം 3 അടപ്പുള്ള പെയിൻറ്റ് ബക്കറ്റ്, ഇത് 20 ലിറ്ററിൻ്റെ ബക്കറ്റാണ്, അത് 3 എണ്ണം. പിന്നെ ഒരു ടാപ്പ്, പിന്നെ ടാപ്പിൻ്റെ ഫിറ്റിങ്സ്, പിന്നെ വേണ്ടത് ഒരു നെറ്റാണ്. ഈ തരം ഒരു നെറ്റ്, അത് നമുക്ക് വെട്ടിയെടുക്കണം. അപ്പോൾ അത് കാണിക്കാതെ എങ്ങനെയാണ്. അപ്പോൾ ഇനി അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇത് ചെയ്യാനായിട്ട് ഇതിന് കുറച്ച് സാധനങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് എൻ്റെ മോനാണ് കേട്ടോ സഹായിക്കണത്. അപ്പോൾ മോനാണ് ഇതെല്ലാം ചെയ്തു തരുന്നത്. വേസ്റ്റ് ബിൻ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ബക്കറ്റിൻ്റെ മുകളിൽ ഒരു ബക്കറ്റായിട്ട് 3 ബക്കറ്റാണ് അങ്ങനെ സെറ്റ് ചെയ്യണത്. നമ്മൾ ഏറ്റവും അടിയിൽ വെക്കണ ബക്കറ്റിൽ ഒരു ടാപ്പ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യണത്. ഇത് ഡ്രില്ലും കൊണ്ടാണ് തുളയ്ക്കണേ. ഇത് ഇപ്പോൾ ഡ്രില്ലില്ലെങ്കിൽ ഒരു പൈപ്പ് ചൂടാക്കിയിട്ട് അത് വെച്ചിട്ട് തുളച്ചെടുക്കാം. അപ്പോൾ ഇനി ടാപ്പ് ഫിറ്റ് ചെയ്യാനുള്ള ഫിറ്റിങ്സ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഈ ടാപ്പ് പിടിപ്പിക്കണതെന്നു വെച്ചാൽ സ്ലറി ഉണ്ടാവും. അപ്പോൾ ആ സ്ലറിയും കൂടെ എടുക്കാൻ പാകത്തിനാണ് കേട്ടോ. സ്ലറി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ഇടുന്ന വേസ്റ്റിൽ നിന്ന് ഊരി വരുന്ന വെള്ളമാണ്. അത് ചെടികൾക്കും പച്ചക്കറിക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇനി ടാപ്പും കൂടെ ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഏറ്റവും അടിയിൽ വെക്കണ ബക്കറ്റ് ശരിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ അടപ്പ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്യണം. അത് ഈ വക്ക് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്യണം. അതിന് വെച്ചാൽ അടുത്ത ബക്കറ്റ് വെക്കുമ്പോൾ നമ്മളിതിങ്ങനെ ഇറക്കി വെച്ചിട്ട് അത് നല്ല ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു ആക്സോ ബ്ലേഡും കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം മെഷീനുള്ള കാരണം അതുകൊണ്ട് അങ്ങോട്ട് കട്ട് ചെയ്യണമെന്നുള്ളൂ. കട്ട് ചെയ്ത് കിട്ടിയപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു റിംഗ് ആയിട്ടാണ് കിട്ടിയേക്കണത്. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് ടാപ്പ് ഫിറ്റ് ചെയ്തേക്കണ ബക്കറ്റാണ്. അപ്പോൾ ഈ റിങ് ഇതിലങ്ങ് ഒതുക്കി വെച്ച് കൊടുക്കണം. നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ. ഇനി അടുത്ത ബക്കറ്റ് ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഒതുക്കി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അടപ്പും നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇതും ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഈ പാത്രത്തിൻ്റെ അടിഭാഗത്ത് കുറേ ഹോൾ ഇട്ട് കൊടുക്കണം. എന്നുവെച്ചാൽ നമ്മൾ ഇടുന്ന ഫുഡ് വേസ്റ്റൊക്കെ അതിൻ്റെ സ്ലറിയൊക്കെ താഴോട്ട് പോകാൻ വേണ്ടിയിട്ടാണത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു നെറ്റിൻ്റെ പീസ് ഇട്ട് കൊടുക്കണം. അത് ഈ അടിയിലത്തെ വട്ടത്തിന് വേണ്ടിയിട്ട് വെട്ടിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കണം. എന്നുവെച്ചാൽ ഫുഡ് വേസ്റ്റൊക്കെ വന്ന് തടഞ്ഞ് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്തൊരു ബക്കറ്റും കൂടെ വെക്കും. ആ ബക്കറ്റിൽ ഇതുപോലെ തന്നെ ഹോളും ഇട്ട് കൊടുക്കണം, നെറ്റും ഇട്ട് കൊടുക്കണം. ഇനി ഈ 2 ബക്കറ്റിലും ഹോൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ 2 ബക്കറ്റിലും നിറയെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബക്കറ്റിൻ്റെ ഉള്ളിലിടാൻ പാകത്തിനുള്ള അളവിൽ ഈ നെറ്റൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കത്രിക്കാൻ കട്ട് ചെയ്യാവുന്നുള്ളൂ. ഇപ്പോൾ 2 ബക്കറ്റിലേക്ക് ഉള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബക്കറ്റിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് വെച്ചാൽ മതി. ഇത് നമ്മൾ ഏറ്റവും മുകളിൽ വെച്ച് കൊടുക്കണ ബക്കറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഈ അടപ്പ് നമ്മൾ കളയൊന്നും വേണ്ട. ഇത് എടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കണം നമ്മൾ. ആ എയറൊക്കെ വരുമ്പോൾ അത് പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ്. ഗ്യാസ് ഫോം ചെയ്യും. അപ്പോൾ അത് പുറത്തേക്ക് പോയിക്കോളൂ അന്നേരം. അപ്പോൾ നമ്മുടെ പെയിൻറ്റ് ബക്കറ്റ് വെച്ചിട്ടുള്ള വേസ്റ്റ് ബിന്നിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞു. ഇനി അത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ബക്കറ്റും കൊണ്ടുള്ള ബിന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഈ ടാപ്പ് പിടിപ്പിച്ച ബക്കറ്റാണ് വെക്കേണ്ടത്. അത് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ റിങ് വയ്ക്കണം.
പിന്നെ രണ്ടാമത് വെച്ച് കൊടുക്കേണ്ടത് ഈ ബക്കറ്റ്. അതിൻ്റെ ഉള്ളിലായിട്ട് ഈ നെറ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ ഈ റിങ് വെച്ച് കൊടുക്കണം. ഇനി മൂന്നാമത്തെ ബക്കറ്റ്, അതായത് ലാസ്റ്റ് ബക്കറ്റ്. ഇനി നമുക്ക് എങ്ങനെയാണ് വേസ്റ്റ് നിറയ്ക്കണമെന്ന് കാണിച്ചു തരാം. ആദ്യമേ കുറച്ച് കരിയിലയാണ് ഇടുന്നത്. ഇച്ചിരി പൊടിഞ്ഞ കരിയിലയാണെങ്കിൽ നല്ലത്. ഇത് പയ്യെ ഒരു നനവുണ്ട്, അപ്പോൾ അതൊരു ലെയർ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് പച്ചക്കറിയുടെ വേസ്റ്റൊക്കെയാണ്, അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് നുറുക്കിയിടണം, വേഗം കമ്പോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് നിരത്തി കൊടുക്കാം. അത് ഫുഡ് വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ മുട്ടത്തോടുണ്ട്, അതൊക്കെ ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഇടാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചകിരിച്ചോറ്. ഇത് നമ്മൾ വേറെ ഇനോക്കുലം അങ്ങനെയുള്ളതൊന്നും ചേർക്കണില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ ചേർക്കണത്. അപ്പോൾ കുറച്ച് ചകിരിച്ചോറ് ഇങ്ങനെ മീതെ വിതറി കൊടുക്കാം. ഇത് കമ്പോസ്റ്റ് ആക്കാനായിട്ട് കുറച്ച് ചാണകമാണ് ഇട്ട് കൊടുക്കണത്. പിന്നെ കുറച്ച് മണ്ണും കൂടെ. ഇത്ര ഇട്ടിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. പിന്നെ ഇത് ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഇട്ട് കൊടുത്താൽ മതി. രാവിലെ മുതലുള്ള എടുത്ത് വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ എടുത്തു കൊടുത്താൽ മതി. പിന്നെ ഇപ്പോൾ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്, അത് കാരണം ഇതൊക്കെ ഇതിലെ എയറൊക്കെ പോയിക്കോളും. അപ്പോൾ നമ്മുടെ ബയോബിന്നെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കമ്പോസ്റ്റൊക്കെ ആയി വന്നെങ്കിൽ ഒരു 3 മാസം പിടിക്കും. അപ്പോൾ നമ്മളിത് ആദ്യത്തെ ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോൾ ഈ രണ്ടാമത്തെ ബക്കറ്റ് ഇരിക്കണോടത്തിലേക്ക് ഇത് മാറ്റണം. എന്നിട്ട് ഈ രണ്ടാമത്തെ ബക്കറ്റ് ഏറ്റവും മുകളിൽ വയ്ക്കണം. അടിയിലത്തെ ബക്കറ്റിൽ നമ്മൾ ഒന്നും ഇടറില്ല, അതിലേക്ക് സ്ലറിയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. 2 ബക്കറ്റാണ് നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇത്രയാണ് കാണിക്കണുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത വീഡിയോയിൽ ഇത് കമ്പോസ്റ്റ് ആയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് കമ്പോസ്റ്റ് റെഡിയാക്കാനായിട്ട് ചാണകത്തിന് പകരം തൈര് ഉപയോഗിക്കാം. തൈര് കുറച്ച് മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ശർക്കര അലിയിച്ചത് നല്ലോണം കമ്പോസ്റ്റായി കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും, ഇനോക്കുലം കിട്ടും. അത് ചെടികളൊക്കെ വിൽക്കണ കടയിലും വളക്കടയിലും ഒക്കെ കിട്ടും ഇനോക്കുലം. അത് വേണമെങ്കിൽ അത് മേടിക്കാം. ഞാനിപ്പോൾ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയേക്കണേ. നമ്മൾ ഏറ്റവും മുകളിൽ വെച്ച ബക്കറ്റിൻ്റെ അടപ്പ് തന്നെ വേണം അടിയിലത്തെ രണ്ടാമത്തെ ബക്കറ്റ് മുകളിൽ കയറ്റി വയ്ക്കൂലേ, അന്നേരം അത് വെക്കാനായിട്ട് മുകളിലെ ബക്കറ്റിൻ്റെ അടപ്പാണ് വെക്കേണ്ടത്. അതിനകത്ത് നിറച്ച് എയർ ഹോളൊക്കെ ഇട്ട് കൊടുത്താണ് നല്ലോണം അടഞ്ഞിരിക്കണമാണ്. മറ്റേ അടിയിലുള്ള ബക്കറ്റിനൊക്കെ എന്ന് പറഞ്ഞാൽ റിങ് ആയിട്ടാണ് കട്ട് ചെയ്തേക്കണേ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.